ഹലോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് അസ്. ഇത് ഞാനും എൻ്റെ അനിയത്തിയുമാണ് കേട്ടോ. അന്നേരം അവളുടെ പേര് ബെന്ന എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് വീട്ടിൽ വെച്ച് ഒരുമിച്ച് ഒരുങ്ങാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ അടിപൊളി ഫൗണ്ടേഷൻ ആയിരുന്നു കേട്ടോ. ഇത് ബെന്നയുടെ ഫൗണ്ടേഷൻ ആയിരുന്നു. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ബ്രഷൊക്കെ വന്നിട്ടുണ്ട്. നല്ല കവറേജ് ഉണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാനിത് മേടിച്ച് ട്രൈ ചെയ്യും. ബെന്ന ഏവിയേഷൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ എന്നേക്കാളും കൂടുതലും മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ഏതൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണമെന്നൊക്കെ നല്ല ധാരണയുണ്ട് ഗൈസ്. പിന്നെ ഞാനാണ് ഐ ഷാഡോ ഒക്കെ ബെന്നയ്ക്ക് ഇട്ട് കൊടുത്തത്. ഒരു മെറൂൺ ഷെയ്ഡായിരുന്നു ഇട്ട് കൊടുത്തത്. പിന്നെ ഞാനൊരു പീച്ച് കളർ ഷെയ്ഡ് ഇട്ടു. പിന്നെ ഞാൻ തന്നെയാണ് ബെന്നയ്ക്ക് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തത്. ബെന്നയുടെ നല്ല ഐബ്രോ ആണ് കേട്ടോ. ആൾ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് നല്ല ത്രെഡ് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കും. എനിക്കങ്ങനെ ത്രെഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്കിൻ ഇങ്ങനെ പൊട്ടുന്നത് കൊണ്ട് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ പൊട്ടും. അതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ ഐലൈനർ ഇട്ട് കൊടുത്തു. ഞാൻ താഴെ മാത്രമേ ഇട്ടുള്ളൂ. ബെന്ന മുകളിൽ എഴുതി. പിന്നെ ബെന്ന മസ്കാര ഇട്ട് ഞാൻ ലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ ബ്ലഷ് ഇട്ട്. ബെന്ന ഇൻസൈറ്റിൻ്റെ ബ്ലഷായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനുശേഷം സെറ്റിംഗ് പൗഡർ ഇട്ടു ബെന്ന. പിന്നെ ഞാനും കുറച്ച് സെറ്റിംഗ് പൗഡർ ഇട്ടു. ഞാനങ്ങനെ എപ്പോഴും ഒന്നും സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാറില്ല. എനിക്കിങ്ങനെ മാറ്റായിട്ടിരിക്കുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ ഒന്ന് സെറ്റിംഗ് പൗഡറൊക്കെ ഇട്ട്. പിന്നെ മാർസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടിരുന്നത്. പിന്നെ നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ആൻഡ് എൻ്റെ ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ ഉമ്മ.